ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രവർത്തിച്ച സൈനിക ഉദ്യോഗസ്ഥരെയും ആയുധങ്ങളെയും ബ്രഹ്മോസിനെയും ഒക്കെ കുറിച്ച് വാതോരാതെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഫിറോസ്പൂർ ജില്ലയിലെ 10 വയസ്സുകാരനായ ശ്രാവൺ സിംഗ്. തിരിച്ചടി നൽകി ഇത്രയും ദിവസങ്ങളായിട്ടും ഇനിയും ആ യുദ്ധത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ നേടിയ നേട്ടങ്ങൾ ഇതൊന്നും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അന്ന് സഹായിച്ച ആയുധങ്ങളെക്കുറിച്ച്, സൈനിക ഉദ്യോഗസ്ഥരുടെ കരുത്തിനെക്കുറിച്ച്, അവരുടെ ഏകോപനത്തെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവസാനിക്കുന്നതേയില്ല. അത് കേൾക്കാൻ ഇപ്പോഴും ഭാരതീയർക്കെല്ലാം വലിയ ആകാംക്ഷയുമാണ്, ഇഷ്ടവുമാണ്. അതിനിടയിലാണ് 10 വയസ്സുകാരനായ ശ്രാവൺ സിംഗിനെ കുറിച്ച് സൈനികർ പറയുന്നത്. അവർക്ക് ഈ ശ്രാവൺ സിംഗിനെ എന്തായാലും മറക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ബ്രഹ്മോസിനെ കുറിച്ച് വാതോരാതെ പറഞ്ഞോളൂ, പക്ഷേ ശ്രാവൺ സിംഗ് ഞങ്ങൾക്ക് നൽകിയ ആ കരുതൽ അത് ഞങ്ങൾക്ക് മറക്കാനാകില്ല എന്നാണ് ഈ സൈനികർ പറയുന്നത്. പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിനിടെ അതിർത്തി ഗ്രാമങ്ങളിൽ അണിനിരന്ന സൈനികർ. അവർക്ക് വിശന്നപ്പോൾ അവരുടെ വിശപ്പകറ്റാൻ സഹായിച്ച ഒരു പഞ്ചാബി ബാലനാണ് ശ്രാവൺ സിംഗ്. ശ്രാവൺ സിംഗിനെ ഇപ്പോൾ സൈന്യം ആദരിച്ചിരിക്കുകയാണ്. 10 വയസ്സുകാരനാണ്. ഫിറോസ്പൂർ ജില്ലയിലാണ് ശ്രാവൺ സിംഗ് താമസിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള പഞ്ചാബിലെ വയലുകളിൽ നൂറുകണക്കിന് പട്ടാളക്കാരാണ് സംഘർഷ സമയത്ത് നിലയുറപ്പിച്ചത്. നമുക്കറിയാം, ആ സമയത്ത് കൊടും ചൂടായിരുന്നു. അവർക്ക് ആശ്വാസമേകാൻ വെള്ളവും പാലും ലസ്സിയും ഐസും ഒക്കെ എത്തിച്ചു നൽകുക എന്നതായിരുന്നു 10 വയസ്സുകാരനായ ശ്രാവൺ സിംഗിന്റെ പ്രധാന ജോലി. പ്രാദേശിക കർഷകനായ സോനാ സിംഗ് എന്ന ആളുടെ മകനാണത്രേ ശ്രാവൺ സിംഗ്. പലരും ആ സമയത്ത് യുദ്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാതിരുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ വയലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികർക്ക് സഹായവുമായി എത്തിയിട്ടുണ്ടായിരുന്നു ശ്രാവൺ സിംഗ്. ഒരിക്കലും ശ്രാവൺ സിംഗ് അവരെ ഓർമ്മിപ്പിച്ചത് ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നതാണ്. ശ്രാവൺ സിംഗ് പറയുന്നത്, എനിക്ക് പേടി തോന്നില്ല, എനിക്ക് വലുതാകുമ്പോൾ ഒരു പട്ടാളക്കാരനാകണം. അങ്ങനെ വലുതാകുമ്പോൾ എനിക്കൊരു പട്ടാളക്കാരനാകണമെങ്കിൽ ഞാനിപ്പോഴേ ധീരനാകണ്ടേ. പട്ടാളക്കാർക്ക് വേണ്ടി ഞാൻ വെള്ളവും ലസ്സിയും ഐസും കൊണ്ടു കൊടുത്തിരുന്നു. അവർ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആത്മവിശ്വാസത്തോടെയുള്ള ശ്രാവൺ സിംഗിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ സൈനികനും അത് അഭിമാനമാവുകയാണ്. ഇവൻ നല്ലൊരു സൈനികനാകും, ഭാരതത്തിന് കരുത്തു പകരുന്ന, ഭാരതത്തെ കരുതലോടെ കാക്കുന്ന ഒരു സൈനികനാകും എന്ന ഉറപ്പാണ് അവന്റെ വാക്കുകളിൽ ആത്മവിശ്വാസത്തോടെ തുളുമ്പുന്നത്. ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് അചഞ്ചലമായ മനസ്സോടെ തന്റെ രാഷ്ട്രത്തെ സേവിച്ച വലിയ ഹൃദയമുള്ള ഒരു കൊച്ചുകുട്ടി. അങ്ങനെയാണ് സൈന്യം അവനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും സൈന്യം അവനെ മറന്നില്ല. ബാലന്റെ ആ ഒരു സേവന മനോഭാവത്തിന് സേനയും അർഹമായ ആദരം നൽകിയിരിക്കുകയാണ്. 7ാം ഇൻഫൻട്രി ഡിവിഷന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ രഞ്ജിത് സിംഗ് മൻറാൾ ശ്രാവൺ സിംഗിനെ ഒരു ചടങ്ങിൽ ആദരിച്ചു. ഒരു മെമന്റോ, അവന്റെ ഇഷ്ടഭക്ഷണം, അവന്റെ പ്രിയപ്പെട്ട വിഭവമായ ഐസ്ക്രീം ഒക്കെ സമ്മാനമായി നൽകിയിരിക്കുകയാണ് ഈ 10 വയസ്സുകാരൻ. ഇന്ന് രാജ്യം മുഴുവൻ ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കുകയാണ്. ആത്മനിർഭർ ഭാരത് എന്ന തത്വശാസ്ത്രത്തിന് അനുസൃതമായി ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷികളാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തിന്റെ വിജയത്തിന് കാരണം. പല നഗരങ്ങളിലും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരാകാൻ ധാരാളം യുവാക്കൾ ഒത്തുചേർന്ന ഒരു അവസരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ആ ഒരു കാലയളവ്. ചണ്ഡീഗഡിൽ നിന്നുള്ള വീഡിയോകൾ വൈറലായി, കവിതകൾ എഴുതപ്പെട്ടു, ദൃഢനിശ്ചയത്തിന്റെ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു, കുട്ടികൾ മികച്ച സന്ദേശങ്ങൾ ഒളിപ്പിച്ചു വെച്ച ചിത്രങ്ങൾ വരച്ചു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തെ ജനതയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി. ബീഹാറിലെ കത്തിഹാറിലും ഉത്തർപ്രദേശിലെ കുശിനഗറിലും മറ്റു പല നഗരങ്ങളിലും ആ കാലയളവിൽ ജനിച്ച കുട്ടികൾക്ക് സിന്ദൂർ എന്ന പേരിട്ടിട്ടാണ് ദേശഭക്തി പലരും പ്രകടമാക്കിയത്. നമ്മുടെ സൈനികർ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. അത് അവരുടെ അജയ്യമായ ധൈര്യവും ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ ശക്തിയും ആയിരുന്നു പ്രകടിപ്പിച്ചത്. ഏപ്രിൽ 22-ന് പെഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ അപ്രതീക്ഷിതമായാണ് ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. 26 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിലൊരു നേപ്പാളി പൗരനും ഉൾപ്പെട്ടിരുന്നു. അതിന് തിരിച്ചടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ, പാക്-അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിലൂടെ തിരിച്ചു നൽകിയ മറുപടി. ന്യൂസ് ഡെസ്ക് കർമാനസ്.